നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര AROയ്ക്ക് EVM കൈമാറിയാണ് വിതരണത്തിന് തുടക്കം കുറിച്ചത്. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന ആഹ്വാനവുമായി കൂട്ടുനടത്തം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടുനടത്തം ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. 53,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഗ്രാമിന് 6,705 രൂപയും. കഴിഞ്ഞ 12 ദിവസത്തിനിടെ 4,000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ ജൂഡ് ജെറാത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര AROയ്ക്ക് EVM കൈമാറിയാണ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം കളക്ടറേറ്റിൽ പൂർത്തിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിന് വോട്ടിംഗ് മെഷീൻ കൈമാറി വിതരണത്തിന് തുടക്കം കുറിച്ചു. കളക്ടറേറ്റിലെ ഇലക്ഷൻ വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, VVPAT തുടങ്ങിയ പോളിംഗ് ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. 9 നിയോജക മണ്ഡലങ്ങളിലായി 2,558 വീതം ബാലറ്റ് യൂണിറ്റുകളും 2,217 കൺട്രോൾ യൂണിറ്റുകളും 2,387 VVPAT എന്നിവയാണ് വിതരണം ചെയ്തത്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉപയോഗിക്കുന്നതിന് ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് 20%, 30% VVPAT അധിക യന്ത്രങ്ങളും നൽകിയിട്ടുണ്ട്. യന്ത്രങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനായി 14 പേരടങ്ങുന്ന ബെൽ എഞ്ചിനീയർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. 15 കൗണ്ടറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കർശന സുരക്ഷയിൽ GPS ഘടിപ്പിച്ച 49 വാഹനങ്ങളിലാണ് വെയർഹൌസിൽ നിന്ന് യന്ത്രങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയത്. AROമാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റിയ EVM മെഷീനുകൾ അതാത് നിയോജക മണ്ഡലങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. ഏപ്രിൽ 16-ന് 2ാം ഘട്ട റാൻഡമൈസേഷനും 19-ന് കമ്മീഷനിങ്ങും പൂർത്തീകരിക്കും. ആലപ്പുഴ മണ്ഡലം പൊതുനിരീക്ഷകൻ പ്രജേഷ് കുമാർ റാണ, മാവേലിക്കര മണ്ഡലം പൊതുനിരീക്ഷകൻ നാരായണ സിംഗ്, പോലീസ് നിരീക്ഷകൻ ആനന്ദ് ശങ്കർ ത്വക്കാല, മാവേലിക്കര RO ആയ ADM വിനോദ് രാജ്, സബ് കളക്ടർ സമീർ കിഷൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, സീനിയർ സൂപ്രണ്ട് S അൻവർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന ആഹ്വാനവുമായി കൂട്ടുനടത്തം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടുനടത്തം ബീച്ചിൽ സമാപിച്ചു. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന ആഹ്വാനവുമായി കൂട്ടുനടത്തം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം വോട്ടർ ബോധവൽക്കരണ വിഭാഗമായ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കൂട്ടുനടത്തം സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലിയോ 13 ഹയർ സെക്കൻഡറി അലൂമിനി അസോസിയേഷനുമായി ചേർന്നാണ് കൂട്ടുനടത്തം സംഘടിപ്പിച്ചത്. നടത്തം ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. കുട്ടികളും കായിക താരങ്ങളും അടക്കം നിരവധി പേർ കൂട്ടുനടത്തത്തിൽ പങ്കാളികളായി. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ജില്ലാ ചാർജ് പൊൻസിനി, ലിയോ 13 സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, സ്കൂൾ പ്രിൻസിപ്പൽ PJ യേശുദാസ്, PTA പ്രസിഡന്റ് അനിൽ ആന്റണി തുടങ്ങിയവർ കൂട്ടുനടത്തത്തിൽ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. 53,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഗ്രാമിന് 6,705 രൂപയും. കഴിഞ്ഞ 12 ദിവസത്തിനിടെ 4,000 രൂപയുടെ വർധന. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. 53,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഒരു ഗ്രാമിന് 6,705 രൂപയും. കഴിഞ്ഞ 12 ദിവസത്തിനിടെ 4,000 രൂപയുടെ വർധനവാണ് സ്വർണത്തിനുണ്ടായത്. അതേസമയം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താക്കൾ ഇനി 59,000 രൂപയോളം നൽകേണ്ടി വരും. സ്വർണ്ണവിലയായ 53,640 കൂടാതെ പണിക്കൂലി, GST, HUID ചാർജ് അടക്കമാകുമ്പോൾ ഏകദേശം 59,000 രൂപയോളമാകും ഒരു പവൻ സ്വർണത്തിന്. സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമാണെന്നും
വരും ദിവസങ്ങളിൽ വില ഉയരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണവില അടിക്കടി ഉയരുന്നത് ചെറുകിട മേഖലയിലെ വ്യാപാരം കുറയാൻ ഇടയാക്കുന്നുണ്ടെന്ന് ചെറുകിട വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, പഴയ സ്വർണം വിറ്റ് കാശാക്കാനുള്ള തിരക്കും ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുന്നതായും വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMC ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം SBI റീജിയണൽ മാനേജർ ജൂഡ് ജെറാത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMC ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ ജൂഡ് ജെറാത്ത് ഉദ്ഘാടനം ചെയ്തു. പെൻഷനായതിനു ശേഷം പലപ്പോഴും ബ്രാഞ്ചിൽ ചെന്ന് കഴിയുമ്പോൾ പെൻഷനായ ആളുകൾക്ക് എപ്പോഴും അത്രയും ചിലപ്പോൾ ഒരു സുഖകരമായ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരെ അറിയില്ല, അവർക്കറിയില്ല SBIയുടെ പെൻഷനേഴ്സ് ആണെന്നുള്ള കാര്യം ചിലപ്പോൾ അറിയാത്ത സിറ്റുവേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ദുരനുഭവങ്ങളൊക്കെ ചില ആളുകളൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് ഫോണിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വിടവ് ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ബ്രാഞ്ച് മാനേജേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ച് സ്റ്റാഫുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പെൻഷനേഴ്സ് എന്ന നിലയിൽ എനിക്ക് ഇവിടുന്ന് ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം തന്നെ പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് NK ശ്രീകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K രാജീവൻ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് BC ഉണ്ണികൃഷ്ണൻ നായർ, ഹെൻറി ജോൺ, ജെയിംസ് മാത്യു, PK വിജയൻപിള്ള, ട്രഷറർ റെജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര AROയ്ക്ക് EVM കൈമാറിയാണ് വിതരണത്തിന് തുടക്കം കുറിച്ചത്. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കുചേരൂ എന്ന ആഹ്വാനവുമായി കൂട്ടുനടത്തം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടുനടത്തം ആലപ്പുഴ ബീച്ചിൽ സമാപിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. 53,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഗ്രാമിന് 6,705 രൂപയും. കഴിഞ്ഞ 12 ദിവസത്തിനിടെ 4,000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMC ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ ജൂഡ് ജെറാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.